എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനും ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് എല്ലാവരും സഹായിക്കണം. നമസ്കാരം, ഞാൻ PC വിഷ്ണുനാഥ് MLA ആണ്. ഞങ്ങളെല്ലാവരും ഉള്ളത് ഈ നെടുമ്പന പഞ്ചായത്തിലെ 22-ാം വാർഡിലെ സുധീറിൻ്റെ വീട്ടിലാണ്. അസ്സലാമലൈക്കും. എൻ്റെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ തലയിലെ നരമ്പിന് കുമിള പൊട്ടി എൻ്റെ ഭർത്താവ് ഇപ്പോൾ മരണത്തിൻ്റെ സ്റ്റേജിലാണ്. എൻ്റെ ഭർത്താവിന് സർജറി ചെയ്യണമെങ്കിൽ 4 ലക്ഷം രൂപയോളം വേണം. ഞങ്ങളെ കൊണ്ട് ആരുടെ അടുത്ത് പോയി ചോദിക്കണമെന്ന് അറിഞ്ഞൂടാ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. എനിക്ക് 2 പിഞ്ചു മക്കളാണുള്ളത്. ഞങ്ങളെ സഹായിക്കാനൊന്നും വേറെ ആരും തന്നെ ഇല്ല. എൻ്റെ ഭർത്താവിനെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നാലേ ഇനി എനിക്കും എൻ്റെ മക്കൾക്കും ഒരു ജീവിതം. നമസ്കാരം, ഞാൻ PC വിഷ്ണുനാഥ് MLA ആണ്. ഞങ്ങളെല്ലാവരും ഉള്ളത് ഈ നെടുമ്പന പഞ്ചായത്തിലെ 22-ാം വാർഡിലെ സുധീറിൻ്റെ വീട്ടിലാണ്. സുധീറിന് ന്യൂറോ സംബന്ധമായ ഒരു അസുഖം ഉണ്ടായി. സുധീർ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവുകയും ചികിത്സാ സംബന്ധമായ കാര്യങ്ങളെല്ലാം പ്രാഥമികമായ പരിശോധനകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സർജറി എത്രയും വേഗം ചെയ്യണമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ. എസ്റ്റിമേഷൻ അവർ തന്നിട്ടുണ്ട് 4 ലക്ഷം രൂപയോളം. കാരണം പുറത്തുനിന്ന് വരുത്തി ചെയ്യേണ്ട ഉപകരണങ്ങളൊക്കെ വരുത്തി ചെയ്യേണ്ട സർജറിയാണ്. അപ്പോൾ 4 ലക്ഷം രൂപയോളം അതിന് എസ്റ്റിമേഷൻ ആകുമെന്നുള്ളത് ഡോക്ടർ അശ്വിൻ പത്മനാഭൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റേഡിയോ ഡയഗ്നോസിസ്, അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റും അദ്ദേഹം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെല്ലാം കാണുകയുണ്ടായി. അപ്പോൾ എല്ലാവരുടെയും ഒരു അടിയന്തര സഹായം ഉണ്ടായെങ്കിൽ മാത്രമേ എത്രയും വേഗം ഈ ചികിത്സ കോട്ടയം മെഡിക്കൽ കോളേജിൽ സുധീറിന് നടത്താൻ കഴിയുള്ളൂ. സുധീറിൻ്റെ വീടുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടും ദാരിദ്ര്യവും പ്രയാസവും ഒക്കെ കഴിയുന്ന ഒരാളാണ്. കൊച്ചു കുട്ടികളാണ്, ഭാര്യയാണ്, നമ്മളെല്ലാം